വയനാട്ടിൽ വന്ന് മാനന്തവാടി ടൗണിലാണ് സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം കാണാൻ പറ്റിയ ഒന്നാണ് പഴശ്ശിക്കുടീരം. ഈ ടൗണിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. 9 മണിക്കാണ് ഇത് ഓപ്പൺ ആവുക, 5 മണി വരെ ഉണ്ട്. വടക്കേ മലബാറിലെ കോട്ടയം രാജവംശത്തിലെ അംഗമായിരുന്നു പഴശ്ശിരാജ. ബ്രിട്ടീഷുകാരുടെ നയങ്ങൾക്കെതിരെയെല്ലാം പോരാടി 1805 അദ്ദേഹം വീരമൃത്യു വരിച്ചു. അദ്ദേഹത്തിൻ്റെ ധീരതനെ മാനിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ പോലും രാജകീയമായ ബഹുമതിയോട് കൂടിയിട്ടാണ് അദ്ദേഹത്തെ മാനന്തവാടിയിൽ സംസ്കരിച്ചത്. അങ്ങനെ 1980 പുരാവസ്തു വകുപ്പ് ഈ സ്ഥലം ഒരു സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചു. പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ചരിത്രരേഖകൾ, ചിത്രങ്ങൾ, കൊത്തുപണികൾ എന്നിവ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ പഴശ്ശിരാജാവും അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൽ ഉപയോഗിച്ച വാള്, പരിച, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. പഴശ്ശിക്കുടീരത്തിലെ മ്യൂസിയത്തിൽ 4 ഗാലറികളുണ്ട്. പഴശ്ശി ഗാലറി, ട്രൈബൽ ഗാലറി, ഹെറിറ്റേജ് ഗാലറി, നാണയ ഗാലറി. എനിക്കതിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ട്രൈബൽ ഗാലറിയാണ്. വയനാട്ടിലെ ആദിവാസി വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ പണിയർ, കുറുമർ, അടിയാർ, കാട്ടുനായ്ക്കർ, ഊരാളി തുടങ്ങിയവയാണ്. അവരുടെ കൃഷി, വേട്ടയാടൽ, പാചകം, വേഷവിധാനങ്ങൾ, ആഭരണങ്ങൾ, സംഗീതോപകരണങ്ങൾ, കരകൗശല വസ്തുക്കൾ എന്നിവ ഇവിടെയുണ്ട്. പൈതൃക ഗാലറി വയനാടിൻ്റെ പ്രാചീന ചരിത്രവും സംസ്കാരവും എടക്കൽ ഗുഹകളെക്കുറിച്ചുള്ള വിവരങ്ങൾ, പുരാവസ്തു ഗവേഷണങ്ങളിലൂടെ ലഭിച്ച കളിമൺപാത്രങ്ങൾ, വീരക്കല്ലുകൾ തുടങ്ങിയവ നമുക്കിവിടെ കാണാം. പിന്നെ ലാസ്റ്റത്തെ ഗാലറിയാണ് നാണയ ഗാലറി. ചേര രാജാക്കന്മാർ, മൈസൂർ സുൽത്താൻമാർ, ബ്രിട്ടീഷുകാർ, ഡച്ചുകാർ എന്നിവ ഉപയോഗിച്ച നാണയങ്ങളൊക്കെ കണ്ട് നേരെ പുറത്തൊരു ഉദ്യാനമുണ്ട്. സഞ്ചാരികൾക്ക് വിശ്രമിക്കാനും പ്രകൃതി ഭംഗി ആസ്വദിക്കാനും ഒക്കെ പറ്റിയ സ്ഥലമാണിത്. ഇത് ചെറിയൊരു കുന്നിൻ്റെ മുകളിലായതുകൊണ്ട് ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ വേണ്ടി പറ്റും. അതൊക്കെ ആസ്വദിച്ച് ഇനി നേരെ അടുത്ത സ്ഥലത്തേക്ക്